ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അമ്പലപ്പുഴ വളഞ്ഞ വഴി കടപ്പുറത്ത് ടാങ്കർ തീരത്തടിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് തീരത്ത് ടാങ്കർ കണ്ടെത്തിയിരിക്കുന്നത്. വാൻഹായ് 503 കപ്പലിൽ നിന്ന് പുറത്തുപോയ ടാങ്കർ എന്നാണ് സംശയം. ഇന്നലെ ആലപ്പുഴയുടെ ഭാഗത്ത് തീരപ്രദേശത്ത് വാഹായ് കപ്പലിന്റെ സേഫ്റ്റി ബോട്ടും അടിഞ്ഞിരുന്നു. ഇപ്പോൾ കാണുന്നത് വാഹായ് കപ്പലിൽ നിന്ന് വീണ ടാങ്കറാണോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. വളഞ്ഞ വഴി കടപ്പുറത്ത് നിന്നും നമ്മളുടെ പ്രതിനിധി ശരത് എസ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ തന്നെ ഭയന്നിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതുമാണ് ഈ വാഹായ് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും അതിൽ നിന്നുള്ള പദാർത്ഥങ്ങളും ഒക്കെ ഒരുപക്ഷെ എറണാകുളത്തിന് തെക്കുള്ള തീരങ്ങളിൽ, ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ അടിയാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം ബോട്ട് നമ്മൾ കണ്ടു, ചില ബാരലുകൾ കണ്ടു, ഇപ്പോൾ മറ്റൊരു വലിയ ടാങ്കർ നമ്മൾ കാണുന്നുണ്ട്. അത് തുറന്ന നിലയിലാണോ, എന്താണ് ആ ടാങ്കറിന്റെ അവസ്ഥ ഇരിക്കുന്നത്, അതിനടുത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. മാരകമായ കെമിക്കലുകൾ ഇവയിൽ പലതിലുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. എന്താണ് ശരത് ഇപ്പോൾ നമ്മൾ കാണുന്നത്? എപ്പോഴാണ് ഈ ബാരൽ വന്നടിഞ്ഞതായി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പറയുന്നത്? അരുൺകുമാർ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അമ്പലപ്പുഴ വളഞ്ഞു വഴിക്ക് സമീപം ഈ ടാങ്കർ കണ്ടെത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് തീരത്തേക്ക് അടിഞ്ഞു കിടക്കുകയാണ്. ഇത്തരത്തിൽ കേടുപാടുകൾ, അങ്ങനെ പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചതായി കാണുന്നില്ല. ഇതിനുള്ളിൽ എന്ത് പദാർത്ഥമാണുള്ളത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. രാവിലെ ഈ തീരദേശവാസികളാണ് ഇക്കാര്യം ആദ്യം കണ്ടത്. നിലവിൽ ഇപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം, ഇത് എത്ര മണിക്കാണ് ഈ സംഭവം? ഇത് പുലർച്ചെയാണ് കണ്ടത്. വെളുപ്പിന് ഏകദേശം ഒരു 3 മണിക്ക് ശേഷമായിരിക്കും അടിഞ്ഞിരിക്കുന്നത്. രാവിലെയാണല്ലോ ആളുകൾ പടിഞ്ഞാറോട്ട് വരുന്നത്. കേടുപാടുകൾ എന്തെങ്കിലും പറ്റി? ഇത് കാലിയാവാനാണ് സാധ്യത എന്നാ തോന്നുന്നത്. നിങ്ങളാണ് ആദ്യം കണ്ടത്? ആദ്യം കണ്ടത് ഇവിടുത്തെ കാലിയാണോ? ഒന്നുമില്ല, ഇത് കാലിയായിട്ടാ തോന്നുന്നത്. അതായത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാലിയാണോ എന്നുള്ള ചില സംശയങ്ങൾ ഇവർ പറയുന്നുണ്ട്. എന്തായാലും കാലിയാണെങ്കിൽ അത് ഈ കടലിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പറ്റി ഇതിലുള്ള വസ്തു ഒഴുകിപ്പോയതാണോ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത് കാലിയായ ടാങ്കറാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ, അതായത് 16-ാം തീയതി മുതൽ ഇത്തരത്തിൽ ആലപ്പുഴ, കൊല്ലം അടക്കമുള്ള തീരദേശങ്ങളിൽ ടാങ്കറും കണ്ടെയ്നറും ഒക്കെ തന്നെ അടിയുമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരദേശവാസികൾ ഇത്തരത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നു. ഇന്നലെ തന്നെ ഇത്തരത്തിൽ സേഫ്റ്റി ബോട്ട് ആലപ്പുഴ അറപ്പപ്പുഴ ഭാഗത്ത് കണ്ടെത്തിയതാണ്. അങ്ങനെ ഇന്നിപ്പോൾ ഇത് കണ്ടെയ്നർ ടാങ്കർ കൂടി കണ്ടെത്തുന്നു. ഇന്ന് വരും ദിവസങ്ങളിൽ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള അത്തരം വസ്തുക്കൾ കൂടി തീരത്തടിയുമെന്നുള്ളത് നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. ആ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പോലീസും ഒപ്പം കോസ്റ്റൽ പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം വിവരം ഇപ്പോൾ നാട്ടുകാർ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പോലീസ് ഈ ഭാഗത്തേക്ക് എത്തിയ ശേഷം മാത്രമായിരിക്കും നിലവിൽ ഇതിനുള്ളിൽ എന്ത് വസ്തുവാണ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ സംശയിക്കുന്നത്, ഈ പറയുന്ന പോലെ വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്ന് പുറത്തുപോയ ടാങ്കർ എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. കാരണം മറ്റൊരു ടാങ്കറും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടേക്ക് അടിയാനുള്ള സാധ്യത കണക്കാക്കുന്നില്ല. നേരത്തെ തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കപ്പലിൽ നിന്ന് പുറത്തുപോയ ടാങ്കർ എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥമാണോ അല്ലെങ്കിൽ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കെമിക്കലാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും വ്യക്തത വരേണ്ടത്. നിലവിൽ ഇപ്പോൾ നാട്ടുകാരും തന്നെ ഈ ടാങ്കറിന് അടുത്തേക്ക് പോയിട്ടില്ല. കാരണം ഈ നേരത്തെ തന്നെ ഇതിൽ നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരദേശവാസികളാണെങ്കിൽ പോലും ഇപ്പോൾ ഇതിനടുത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത് ഒഴുകിപ്പോകാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇപ്പോൾ ഈ തീരത്ത് അടിഞ്ഞെങ്കിൽ പോലും ഈ കടൽ ശക്തമായ തിരമാലയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഈ ടാങ്കറിനടുത്തേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. സ്വീകരിക്കാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഒരു മേൽഭാഗത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നൈട്രിക് ആസിഡ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ബാരലുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം കടലിൽ ചോർന്നു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളഞ്ഞ വഴി കടപ്പുറത്തടിഞ്ഞിരിക്കുന്ന ടാങ്കറിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാഹായ് കപ്പൽ 130-140 കിലോമീറ്റർ അപ്പുറം, ഏകദേശം 88 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് തീപിടിച്ചതെങ്കിലും അതിൽ നിന്ന് ഈ ബാരലുകളും കണ്ടെയ്നറുകളും പുറത്തു വീണതെങ്കിലും അതെല്ലാം ഇപ്പോൾ കേരള തീരത്തേക്കാണ് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു വലിയ സേഫ്റ്റി ബോട്ട്, ഈ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ബോട്ടിൽ ഒരെണ്ണം ആലപ്പുഴ തീരത്തടിഞ്ഞ കാഴ്ചയും നമ്മൾ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചിരുന്നു. ഇപ്പോൾ വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്ന് ഇതാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ ആലപ്പുഴ തീരത്തടിഞ്ഞ സേഫ്റ്റി ബോട്ടിന്റെ ദൃശ്യങ്ങൾ ആദ്യം റിപ്പോർട്ടിലൂടെയാണ് പ്രേക്ഷകർ ഈ വാർത്ത കണ്ടതും. ഇപ്പോൾ മറ്റൊരു ടാങ്കർ ഇപ്പോൾ വളഞ്ഞ വഴിയിൽ എത്തിയിരിക്കുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഒരു സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. രണ്ടാമത്തെ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഇന്നലെ വൈകുന്നേരം എത്തിയ സേഫ്റ്റി ബോട്ടിന്റെ ദൃശ്യങ്ങളാണ്. വൈകുന്നേരത്താണ് സേഫ്റ്റി ബോട്ട് എത്തിയത്. ആളൊന്നും
ഉണ്ടായിരുന്നില്ല. സേഫ്റ്റി ബോട്ട് അറിയാമല്ലോ പ്രേക്ഷകർക്ക്, കപ്പൽ സാധാരണ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ അതിനോടൊപ്പം ഒരു സേഫ്റ്റി ബോട്ട് കൂടി ഘടിപ്പിച്ചിട്ടുണ്ടാവും. തീപിടിച്ച മാഹായ് ബോട്ടിൽ നിന്ന് വന്ന സേഫ്റ്റി ബോട്ടാണെന്ന് നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ചു. കാരണം ഈ ബോട്ടിന്റെ സൈഡിൽ മാഹായെ കുറിച്ചുള്ള സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരമാണ് ആലപ്പുഴ തീരത്തെത്തിയതെങ്കിൽ ഇന്നിപ്പോൾ വളഞ്ഞ വഴിയിൽ ഒരു ടാങ്കർ വന്നടിഞ്ഞിട്ടുണ്ട്. ടാങ്കർ കാലിയാണ് എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാരോടും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പ്രത്യേകിച്ച് കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള തീരപ്രദേശങ്ങളിലുള്ളവരോട് ഒരുപക്ഷെ ടാങ്കറുകളിൽ നിന്ന് പുറപ്പെട്ട ചില ഈ കണ്ടെയ്നറുകളിൽ നിന്ന് പുറപ്പെട്ട ടാങ്കറുകളോ മറ്റ് പദാർത്ഥങ്ങളോ കടൽ തീരത്തടിയുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനടുത്തേക്ക് പോകരുത്. 200 മീറ്റർ അകലെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. വളരെ മാരകമായ ചില കെമിക്കലുകൾ ഈ മാഹായ് കപ്പലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ എൽസാത്രി ചെരിഞ്ഞപ്പോൾ ഉണ്ടായ കണ്ടെയ്നറുകളിൽ കാഷ്യൂ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, മാരകമായ കെമിക്കലുകളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. 157 കണ്ടെയ്നറുകളിലും അടങ്ങിയിരിക്കുന്നത് അത്തരത്തിൽ പരിസ്ഥിതിക്കും നമുക്കും ഒക്കെ ദോഷം വരുത്തിയേക്കാവുന്ന കെമിക്കലുകളാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക. പലരും വെള്ളവുമായിട്ട് ചേർന്നാൽ തീപിടിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളുണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത വേണം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കൗതുകം ഇത്തിരി കൂടിയ കൈവിട്ടു പോകും കാര്യങ്ങൾ.